നമസ്കാരം. പ്രാർത്ഥനാ നിർഭരമായ മണിക്കൂറുകൾക്കൊടുവിൽ കുടകിലെ കൊടുങ്കാട്ടിൽ കുടുങ്ങിയ ശരണ്യ തിരികെ എത്തുമ്പോൾ കോഴിക്കോട്ടെ വീട്ടിൽ വീണുടഞ്ഞത് ആശങ്കയുടെ കണ്ണീരല്ല, ആനന്ദക്കണ്ണീരാണ്. 4 ദിവസത്തെ ആശങ്കകൾക്കൊടുവിലാണ് ശരണ്യ സുരക്ഷിതയാണെന്ന വാർത്ത എത്തിയത്. വൈകിട്ട് 6 തെരച്ചിൽ സംഘം ശരണ്യയെ കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ താൻ സുരക്ഷിതയാണെന്നും ആരോഗ്യവതിയാണെന്നും ശരണ്യ അമ്മയെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. മകൾ എവിടെയാണെങ്കിലും തിരികെ വരുമെന്ന ഉറച്ച വിശ്വാസം തനിക്കുണ്ടായിരുന്നുവെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അമ്മയെ ഞാൻ എവിടെയായാലും തിരിച്ചെത്തുമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആ ധൈര്യമാണ് ഇത്രയും നേരം താങ്ങായതെങ്കിലും വേഗം തിരിച്ചു വരണേ എന്നതായിരുന്നു ഏക പ്രാർത്ഥനയെന്നും ശരണ്യയുടെ അമ്മ പറഞ്ഞു. 5 വർഷത്തിലേറെ ട്രെക്കിംഗ് ശീലമാക്കിയ മകളുടെ മനോധൈര്യത്തിൽ അച്ഛനും അഭിമാനം കൊണ്ടു. 2-ാം തീയതി ഉച്ചയോടെയാണ് ശരണ്യയെ കാണാതെയായത്. കൈവശം പകുതി ലിറ്റർ വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. വഴി തെറ്റിയതോടെ എങ്ങോട്ട് പോകണം എന്നറിയാതെ കുഴങ്ങി. പാതകൾ അതീവ ദുർഘടവും വഴുക്കലുള്ളതുമായിരുന്നു. ഫോൺ ചാർജ് തീർന്ന് ഓഫായതോടെ ആരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നും ശരണ്യ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. കൊച്ചിയിൽ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് നാദാപുരം ഈയങ്കോട് സ്വദേശിയായ ശരണ്യ ഏപ്രിൽ 2 കാണാതെയാവുന്നത്. 4 ദിവസമായി ശരണ്യയ്ക്കായുള്ള തെരച്ചിൽ നടക്കുകയായിരുന്നു. കുടകിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ തടിയൻ്റെമോൾ കൊടുമുടി കയറാനെത്തിയതായിരുന്നു ശരണ്യ. വ്യാഴാഴ്ച രാവിലെ വനംവകുപ്പിന് അനുമതി വാങ്ങിയാണ് ശരണ്യ ഉൾപ്പെടെയുള്ള സംഘം ട്രക്കിങ്ങിനായി പുറപ്പെട്ടത്. എന്നാൽ തനിക്ക് പരിചയമില്ലാത്ത സംഘാംഗങ്ങളായതുകൊണ്ട് തന്നെ ശരണ്യ കുറച്ച് പുറകിലായാണ്, സംഘത്തിനൊപ്പം നടക്കാതെ കുറച്ച് പുറകിലായാണ് നടന്നത്. അങ്ങനെയാണ് വഴി തെറ്റിയെന്നാണ് ശരണ്യ തന്നെ പറയുന്നത്. ദൂരെ നോക്കുമ്പോൾ ആളുകളെ കാണാമായിരുന്നു, എന്നാൽ അവരുടെ അടുത്തേക്ക് എത്താനുള്ള വഴിയെ എത്തുന്ന സമയത്ത് വഴി തെറ്റിപ്പോകുന്നു. പിന്നീട് നിബിഡ വനമായിരുന്നു, അതുകൊണ്ട് വഴി മനസ്സിലായില്ല എന്നാണ് ശരണ്യ പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്ക് കാർഷിക വികസന ബാങ്കിൽ നിന്ന് വിരമിച്ച വടക്കിൽ ഗോപിയുടെ ശൈലജയുടെ മകളാണ് ധൈര്യവതിയായ ശരണ്യ. സാധാരണഗതിയിൽ ആളുകൾ ഒരു 2 ദിവസത്തിലധികമൊക്കെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ തന്നെ വളരെയധികം ഭയപ്പാട് കാണിക്കാറുണ്ട്. എന്നാൽ ശരണ്യ വളരെ സന്തോഷവതിയായും ആരോഗ്യവതിയുമായി തന്നെയാണ് തിരിച്ചെത്തിയത്. വലിയ ആശ്വാസം. വളരെ കൂൾ ആൻഡ് കാമായിരുന്നു ശരണ്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരന്തരമായി ഇങ്ങനെ ട്രക്കിങ്ങിന് പോകുന്ന വ്യക്തിയാണ് ശരണ്യ. അതുകൊണ്ട് തന്നെ ഇതിനു മുൻപ് ഇതുപോലെ സാഹസികമായി ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ കുടുങ്ങിപ്പോകുന്നത് ജീവിതത്തിൽ ആദ്യമായാണെന്നും ശരണ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. ബംഗളൂരിൽ നിന്നും എഞ്ചിനീയറായ സഹോദരൻ ശ്യാം അടക്കമുള്ളവർ തെരച്ചിലിന് സന്നദ്ധമായി കുടകിൽ എത്തിയിരുന്നു. മാത്രമല്ല മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ശരണ്യയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഈ കർണാടകയിൽ എത്തിയിരുന്നു. എന്നാൽ പോലീസും അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്ന സംഘവും നാസ്ത കാണിക്കുന്നുണ്ട് എന്നൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. ഡ്രോൺ അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ട് തെരച്ചിൽ നടത്തിയിരുന്നില്ല എന്നുള്ളൊരു ആശങ്കയൊക്കെ വന്ന സമയത്ത് കേരളം അതിശക്തമായി ഇടപെട്ടു. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അടക്കമുള്ള ആളുകൾ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്തായാലും 4 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി ശരണ്യ ആശ്വാസതീരം അണഞ്ഞു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ സമാധാനമുള്ളൊരു വാർത്തയായിരുന്നു അത്. ഏറെ ആശങ്കയോടെയാണ് നമ്മൾ കാത്തിരുന്നത് ശരണ്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. എന്തായാലും കാട്ടാന ശല്യമുള്ളൊരു സ്ഥലത്തായിരുന്നു എന്നുള്ളതും ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ തനിക്ക് നേരെ അങ്ങനത്തെ പ്രതിസന്ധികളൊന്നും വന്നില്ല. കയ്യിലൊരു 500 ml വാട്ടർ ബോട്ടിൽ കുപ്പി ഉണ്ടായിരുന്നു, ഒപ്പം ഒരു അരുവി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വെള്ളം കുടിച്ചു, ബാക്കി ഭക്ഷണം കരുതിയിരുന്നില്ല തുടങ്ങിയുള്ള വിവരങ്ങളൊക്കെ ശരണ്യ പറയുന്നുണ്ട്. എന്തായാലും ആരോഗ്യവതിയാണ്, മറ്റ് അസ്വസ്ഥതകളൊന്നും നിലവിൽ ശരണ്യയ്ക്കില്ല. എന്തായാലും നേരെ കോഴിക്കോടേക്ക് അമ്മയെ കാണാൻ പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.